ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് നേജു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുട്ടി വ്ളോഗുമായിട്ടാണ്. സൺഡേ ദിവസത്തിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. പിന്നെ ഞായറാഴ്ച പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട്. കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ ഇതിലൂടെ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ സൺഡേ ദിവസത്തിലെ രാവിലത്തെ കാര്യങ്ങളാണ് അതിൽ തന്നെ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ പത്തിരിയാണ് ഉണ്ടാക്കിയിരുന്നത്. നൈസ് പത്തിരിയല്ല, തേങ്ങയൊക്കെ ഇട്ട് കുറച്ച് കട്ടിക്ക് പ്രസ്സിൽ പരത്തിയിട്ടുള്ള പത്തിരി ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഇന്നിപ്പോൾ മോൾക്ക് സ്കൂളൊന്നുമില്ല, ലീവാണ്. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് മദ്രസയിലേക്ക് പറഞ്ഞയക്കാനുണ്ട്. ആ ഒരു സമയം കൊണ്ട് നേരത്തെ തന്നെ പത്തിരി ഉണ്ടാക്കിയിട്ട് അവൾക്കുള്ളത് കൊടുക്കും. അപ്പോൾ ആദ്യ ഒരു ട്രിപ്പ് പത്തിരി ഇതാ ചുട്ടെടുക്കുകയാണ്. രാവിലെ ചായ കുടിച്ച് പോകാനൊക്കെ ഭയങ്കര മടിയാണ്. എന്നാലും അത് കൊടുക്കാതെ പറഞ്ഞു വിടുന്ന ഒരു മനസ്സമാധാനം ഇല്ലാത്ത പോലെയാണ്. അപ്പോൾ ഞാൻ കുറച്ചെങ്കിലും എങ്ങനെയെങ്കിലും കൊടുത്തിട്ടാണ് മദ്രസയിലേക്ക് വിടുന്നത്. പിന്നെ സ്കൂളൊക്കെ ഉണ്ടാവാൻ വന്നിട്ട് പിന്നെ ടൈം ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ മാറ്റിയിട്ട് പോവാറാണ് പതിവ്. അപ്പോൾ ഇതാ കുറച്ച് പത്തിരി ചുട്ടെടുത്തിട്ട് ഇനി മോളെ എണീപ്പിച്ച് അവൾക്കുള്ള ചായ കൂടെ കൊടുക്കാനുണ്ട്. ജിലുവിൻ്റെ കുളിയും മാറ്റിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുഡ് മാറ്റുന്ന ഇടയ്ക്ക് തന്നെ കൊടുക്കലാണ് ചെയ്യാറ്. അപ്പോൾ റൂമിലേക്ക് തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ട് അവൾക്ക് ഫുഡ് കൊടുക്കലാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ അധികം കഴിക്കൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് കുറച്ചെങ്ങാനും കൊടുത്തിട്ട് മദ്രസയിലേക്ക് വിടാറാണ് പതിവ്. പിന്നെ ഇതാ രാവിലെയുള്ളൊരു വ്യൂ ആണ് കേട്ടോ. പുറത്തുള്ള വ്യൂ ആണ്. നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേക രസമാണല്ലോ രാവിലെ തന്നെ കാണാനായിട്ട്. പിന്നെ മോള് മദ്രസയിലേക്ക് പോയി. കൂടെ അവളുടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്, അവന് ബാക്കിലാണ്. പിന്നെ ഇതാ അതിനുശേഷം ബാക്കിയുള്ള പത്തിരി കൂടെ ചുട്ടെടുക്കുകയാണ്. അതിനുശേഷം പിന്നെ ബീഫ് ഉണ്ടായിരുന്നു. തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫായിരുന്നു. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് കുക്കറിൽ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇതുപോലെ മാറ്റി വെക്കാറാണ് പതിവ്. പിന്നെ രാവിലെ എടുത്തിട്ട് അതിലേക്ക് വറവിട്ടിട്ട് യൂസ് ആക്കലാണ്. ബീഫ് എല്ലാം കൂടെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് പിന്നെ അത് ഇനി എന്ത് ചെയ്യാനാണെങ്കിലും അത് പിന്നെ എടുത്തിട്ട് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും ചെറിയുള്ളിയും കരിവേപ്പിലയും പിന്നെ ആഫ്രിക്കൻ കൊറിയൻഡറിൻ്റെ ഇലയൊക്കെ ഇട്ട് അല്പം ഗരം മസാല കൂടെ ഇട്ടിട്ട് ബീഫ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ചായ കുടി കഴിഞ്ഞു. പിന്നെ മോള് മദ്രസ വിട്ട് വരാനായിട്ട് 9:30 ആവും. പിന്നെ സൺഡേ ആയതുകൊണ്ട് 10 മണിയാവും. അപ്പോൾ മോള് മദ്രസയൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സൺഡേ ആയതുകൊണ്ട് തന്നെ മദ്രസയിൽ നിന്ന് ഒരു സ്നാക്ക് കൊടുത്തിട്ടുണ്ട്, പപ്സ് ആയിരുന്നു. പിന്നെ അവൾ വന്ന ശേഷം അത് കഴിച്ച് പിന്നെ അതിനുശേഷം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഉണ്ടാക്കിയിരുന്ന ഒരു ബിരിയാണി ആയിരുന്നു കേട്ടോ. കാരണം മീൻ ഇന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഉള്ളതായിരുന്നു. അപ്പോൾ വിചാരിച്ചു സൺഡേ അല്ലേ, അപ്പോൾ പിന്നെ ബിരിയാണി ഉണ്ടാക്കിയാൽ ഇവിടെ ഉമ്മയും കഴിക്കും ചെമ്മീനായതുകൊണ്ട്. അങ്ങനെ പിന്നെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചെമ്മീൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കരിവേപ്പില, ചപ്പില, പുതിനയില എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇഞ്ചി, പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ കല്ലിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ബിരിയാണിയിലേക്കുള്ള സ്പൈസസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് പാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള സ്പൈസസൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അധികം ഫൈനായിട്ടൊന്നും പൊടിച്ചെടുത്തിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യും അതുപോലെ അല്പം ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. സവാളയിലേക്ക് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴറ്റി കിട്ടും. അപ്പോൾ സവാളയൊക്കെ വഴറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ തക്കാളിയും പച്ചമുളകും സവാളയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും പിന്നെ ഒരു 1.5 ടീസ്പൂണോളം ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തൈരാണ്. നല്ല കട്ടിയുള്ള തൈര് കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതിനനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കുക. അളവൊന്നും പറയുന്നില്ല, പെട്ടെന്ന് എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇതിലേക്ക് അല്പം മല്ലിയിലയും കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കുക. ചെമ്മീൻ ആദ്യം തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഇത് ഫ്രൈ ആക്കിയിട്ടൊന്നല്ല ഉണ്ടാക്കിയെടുക്കുന്നത്, ഡയറക്റ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കുക. ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ആ
ഒരു സമയം കൊണ്ട് നമുക്ക് എത്രയാണോ അരി വേണ്ടത് ആ അരി ഒന്ന് റെഡിയാക്കി വെക്കുക. അപ്പോൾ ആദ്യം തന്നെ എത്രയാണോ അരി വേണ്ടത് ആ അരിക്കനുസരിച്ച് അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്ത് വയ്ക്കുക. പക്ഷേ കുക്കറിലായതുകൊണ്ട് തന്നെ ഇരട്ടി വെള്ളം യൂസ് ആക്കേണ്ട ആവശ്യമില്ല. ഇരട്ടിയിൽ നിന്നും കുറച്ച് വെള്ളം കുറച്ചിട്ട് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അരിയൊക്കെ അളന്ന് അരിയുടെ ഇരട്ടി വെള്ളം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ കുക്കറിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള അല്പം വെള്ളം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ആ ഒരു സമയം കൊണ്ട് അരിയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളമൊക്കെ തിളച്ച് വന്ന ശേഷമാണ് അരി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് അല്പം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൈസ് വെന്ത് വരുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കുക്കറിൻ്റെ അടപ്പെടുത്തിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. പിന്നെ ഒരു വിസിൽ വേവിച്ചെടുത്താൽ മതിയാവും. പിന്നെ ഓരോ കുക്കറിനും അതുപോലെ തന്നെ എടുക്കുന്ന റൈസിനനുസരിച്ച് വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ആ ഒരു സമയം കൊണ്ട് ഞാനിതോടെ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ലഞ്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചെമ്മീൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും പിന്നെ തൈര് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സഡ് തൈരാണ്, അതായത് കക്കരിയും സവാളയും പച്ചമുളകും ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ള തൈരാണ്. ചിക്കനും തൈരൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയം കൊണ്ട് ബിരിയാണി അവിടെ റെഡി ആയിട്ടുണ്ട്. കുക്കറിൽ ഒരു വിസിലിന് ശേഷം ഒരു 10 മിനിറ്റ് ഓഫാക്കിയിട്ടിട്ട് പിന്നെ തുറന്നതാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാനൊന്നും വല്ലാതെ ഇല്ല, കാരണം ഓൾറെഡി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുക്കായത് കൊണ്ട് തന്നെ. പിന്നെ ഇതൊന്ന് കുറച്ച് ചൂടാറിയ ശേഷം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുക. അങ്ങനെ നല്ല ടേസ്റ്റിയും അതുപോലെ സിമ്പിളായിട്ടുള്ള ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി നമുക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പിന്നെ ഇതാ ചെമ്മീനിൻ്റെ തല ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, കാരണം അതിൻ്റെ ചെമ്മീൻ്റെ എല്ലാ ഫ്ലേവറും അടങ്ങിയിട്ടുള്ളത് അതിൻ്റെ ആ തലഭാഗത്താണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചിക്കൻ പൊരിക്കുന്ന സമയത്ത് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഒന്ന് എഡിറ്റൊക്കെ ചെയ്യാനുള്ളത് എഡിറ്റൊക്കെ ചെയ്തു. മോളൊന്ന് ഉറങ്ങി എണീറ്റിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 4 മണിയൊക്കെ സമയമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു ഈവനിങ് സ്നാക്കിന് ഒരു ബ്രെഡും അതുപോലെ പഴമൊക്കെ യൂസ് ആക്കിയിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇൻഷാ അല്ലാ ഞാൻ അപ്ലോഡ് ആക്കാം. അപ്പോൾ ആ ഒരു സ്നാക്കിൻ്റെ ജസ്റ്റ് ക്ലിപ്സ് ഇതിലൊന്ന് ഇൻക്ലൂഡ് ആക്കിയതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കായിരുന്നു. അപ്പോൾ അതും കൂടെ ഉണ്ടാക്കി. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ മോള് ചെടിക്ക് നനയ്ക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നല്ല വെയിലാണല്ലോ, അപ്പോൾ കുറേ ദിവസം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ വെയിൽ കൊണ്ട് ചെടിയൊക്കെ കുറേ കരിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.